الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى. മതിയോ? بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى وما أدراك ما وداك ربك وما قلى وللآخرة خير لك من الأولى. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يؤتيك ربك فترضى. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما بداك ربك وما قلى وللآخرة خير لك من الأولى. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. തജ്വീദ് ശ്രദ്ധിക്കുക. ഒന്ന്, ആദ്യം നമ്മൾ അഊദും ബിസ്മി ചെല്ലണം ഒന്നുകൂടി പഠിക്കാണ്ട്. അഊദു എങ്ങനെ ഓതണം? അഊദു ഒന്ന് ഓതിയാണ്. ആ റജീം നീട്ടണം, ചിലവിൽ നീട്ടണില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എത്ര വരെ നീട്ടണം? ഈ റജീം റഹീം എന്നൊക്കെ ഉള്ളത് 4 to 6 കതിർ വരെ നീട്ടണം. എന്താ കാരണം? നമ്മൾ കുറേ മുമ്പ് പഠിച്ചതാണ്, എന്നും പഠിക്കുന്നതാണ്. അലിഫ്, ഇതാണ് നിയമം. പുതിയ ആളുകൾക്ക് വേണ്ടി അലിഫ് വാവ് യാ ഇതാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. ഈ മദ്ദിൻ്റെ ഏതെങ്കിലും ഒരു അക്ഷരത്തിന് ശേഷം അറബി അക്ഷരമാലയിലെ ഏത് അക്ഷരം വരാം. ഇവിടെ വന്നേതാ? റജീം എന്ന് പറയുമ്പോഴും റഹീം എന്ന് പറയുമ്പോഴും മീമാണ് വന്നത്. ശരിക്ക് ഖുറാനിൽ നോക്കുമ്പോൾ മീ നിങ്ങൾക്ക് ഹറക്കത്ത് കാണാം. ഖുറാൻ നോക്കിയാൽ കാണാം. ഉണ്ടോക്കിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മീ എന്നാണ്ടാവുക അല്ലേ? അപ്പം ഹറക്കത്തുള്ള ഒരു അക്ഷരം വന്ന് അവിടെ പ്ലസ് നമ്മൾ ബ്രേക്കും പിടിച്ച് ഈ 3 നിയമം, ഈ 3 അക്ഷരത്തിൻ്റെ ഏതെങ്കിലും ഒന്ന് വരിക, അറബി അക്ഷരമാലയിൽ ഒരു അക്ഷരം വരിക,
ബ്രേക്കും പിടിക്കുക. അങ്ങനെ ആകുമ്പോൾ 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അതടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നീട്ടിക്കൊള്ളണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ മറക്കാൻ പാടില്ല. അടുത്തത് വല്ലുഹ. അവിടെ എന്താ വ അല്ലുഹ എന്ന് എഴുതിയിട്ടില്ല ഖുർആനിൽ? ഉണ്ടല്ലോ. എന്തെങ്കിലും വ കഴിഞ്ഞിട്ട് പിന്നെ ലു എന്നുള്ള അക്ഷരത്തിലേക്ക് ചാടാൻ കാരണം? വാ കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? ഒരു അലിഫ്. അയിമൽ എന്താ ഉള്ളത്? ഒരു കുട്ടിസാദ്, പിന്നെ ലാമ്, അല്ലേ? ഇങ്ങനെ അലിഫുണ്ടാവും, പിന്നെ ഇങ്ങനെയുള്ള അലിഫുണ്ടാവും, ഇങ്ങനെയുള്ള അലിഫുണ്ടാവും, ഇങ്ങനെയുള്ള ഉണ്ടാവും, ഒന്നുമില്ലാത്ത നഗ്നമായ അലിഫും ഉണ്ടാവും. അപ്പോൾ ഇതെന്തിനെ കാണിക്കുന്നതാ? ഇതെന്താ? ഇങ്ങനെ വന്നാൽ ഖുറാനിൽ ഇങ്ങനെ കണ്ടാൽ എന്താ നിങ്ങൾ ചെയ്യുക? നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഈ തലക്കെട്ടുള്ള ഇത് വന്നാൽ അതിനൊരു ഉദാഹരണം അവിടെ എവിടെയെങ്കിലും ഉണ്ടോക്കിയാണ്? എവിടെ ഉള്ളത്? അലം. എവിടെയാണ് അലം വന്ന്? അലം യജിദ്ക. അവിടെ ഇത് കാണാം, അല്ലേ? അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് അവിടെ ഉച്ചരിക്കണം. അതിന് ആയാലും ഈ ആയാലും ഊ ആയാലും. ഇത് വന്നാലോ, രണ്ടാമത്തേതിന് വന്നാലോ? വസ്ലിന്റെ ഹംസ, ഹംസത്തുൽ വസ്ൽ. ഇതിന് പറയാ ഹംസത്തുൽ ഖത്അ, ഇതിന് പറയാ ഹംസത്തുൽ വസ്ൽ. വസ്ലിന്റെ അലിഫ് വന്നാൽ കൂട്ടി ഓതുമ്പോൾ മാത്രം ഉച്ചാരണം ഉണ്ടാവില്ല. കൂട്ടി ഓതിയില്ലെങ്കിൽ ഉച്ചാരണം ഉണ്ടാവും. കൂട്ടി ഓതാത്ത രംഗാണേത്? അൽഹംദു. സൂറത്തു ഫാത്തിഹ മറിച്ചു നോക്കിയാണ്. അൽഹംദു അവിടെ എങ്ങനെ കാണാം, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്? സ്റ്റാർട്ടിങ് ആയിട്ടാ. നിങ്ങൾ അത് അങ്ങനെയല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദി. അപ്പം അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇത് മനസ്സിലായില്ലേ, അല്ലേ? അതുകൊണ്ടാണ് വല്ലുഹ എന്ന് ഓതുമ്പോൾ അലിഫിന് ഉച്ചാരണം ഇല്ലാത്തത്. പിന്നെ ഒരു ലാമ് കാണില്ല നിങ്ങൾ? ലാമ് അറബി ഭാഷയിൽ 2 രൂപത്തിലുണ്ട്. ലാമ് 2 രൂപത്തിലുണ്ട്. ഒന്ന് ഖമരിയായ ലാമ്, രണ്ടാമത്തത് ശംസിയായ ലാമ്. അത് ഓർക്കാനൊരു ഇതുണ്ട്. വൽ ഖമരി, വൽ ഖമരി. അവിടെ ലാമിന് ഉച്ചാരണം ഉണ്ടാവും. ലാമിന് ഉച്ചാരണമല്ല ലാമും, ഉച്ചാരണമില്ലാത്ത ലാമ് ശംസിയുമാണ്. എങ്ങനെ വേർതിരിക്കാന്ന് ചോദിച്ചാൽ അതിൻ്റെ ശേഷം വരുന്ന ഏതാനും അക്ഷരങ്ങളുണ്ട്. ഖമരിയായ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഏത്? പിന്നെ ഷീന്. അല്ല, പിന്നെ ശംസിയായ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഷീന്. മറ്റേതോ ലാദൊക്കെ ഏതിൽപ്പെട്ടതാണ്? ഖമരിപ്പെട്ടതാണ്. അപ്പം ഈ ലാമിൻ്റെ ശേഷം പിന്നെ ഖമരിയായ അക്ഷരങ്ങളാണ് വരുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വാ കഴിഞ്ഞിട്ട് അലിഫിനും ലാമും ചാടിയിട്ട് ഒറ്റ ചാട്ടം എങ്ങോട്ട്? ലാദിലേക്ക് ചാടാനുള്ള കാരണത. അതുകൊണ്ടാണ് വാ ലുഹ എന്നൊന്നും ഓതണ്ട. വേണോ? ല വല്ലുഹ. നമ്മൾ ഓതിയൊക്കെ ശരിയാ. കാരണം എന്താ? നിയമമൊന്നും അറിയില്ലെങ്കിൽ ഓതിയോ ശരിയാണ്. കാരണം പണ്ട് അങ്ങനെ പഠിച്ചുകൊണ്ട്, പഠിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. വല്ലുഹ. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംശയം വന്നാലോ കിടന്നുറങ്ങുമ്പോഴത്തെ? വല്ലുഹ. അപ്പം വൽ ലുഹ എന്ന് ഓതണ്ടെന്നർത്ഥം. പിന്നെ ലുഹ എത്ര നീട്ടണം? കൊട്ടക്കണക്കിന് നീട്ടാൻ പാടില്ല. അതിനും നിയമമുണ്ട്. എത്ര നീട്ടേണ്ടത്? വല്ലുഹ അങ്ങനെ നീട്ടേണ്ട ആവശ്യമില്ല എന്നാ. 2 or 3 കതിർ നീട്ടിയാൽ മതി. അപ്പം എങ്ങനെ? വല്ലുഹ മതി. വല്ലുഹ. പിന്നെ നീട്ടേണ്ട ചില സ്ഥലങ്ങൾ വരും. അതെവിടെയാണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് അതിൻ്റെ ശേഷം അലിഫ് വരിക, ഈ ഹംസ വരിക. പിന്നെ നീട്ടാനുള്ള അക്ഷരത്തിൻ്റെ ശേഷം അലിഫ്, വാവ്, യാവിൻ്റെ ശേഷം ഹംസ വന്നാൽ അവിടെയൊക്കെ നിർബന്ധമായിട്ടൊന്ന് നീട്ടേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് അസ്സമാ എടുക്കുക നമ്മൾ. വസ്സമാ. ഇവിടെ ഒരു അലിഫ് വന്നില്ലേ? മാ, അല്ലേ? ഈ അലിഫ് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഹംസ വന്നില്ലേ? അവിടെ നമ്മൾ നിർബന്ധമായിട്ട് നീട്ടണം. വസ്സമാ. അങ്ങനെ തന്നെ നീട്ടണം. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ വന്നാൽ നീട്ടണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? നോർമലായിട്ട് നീട്ടാവൂ. അപ്പോൾ വല്ലുഹ. പിന്നെ വല്ലൈലി ഇദാ സജ. അവിടെ വല്ലൈലി കണ്ടോ?
അവിടെ വാ കഴിഞ്ഞിട്ട് ഈ നമ്മൾ നേരത്തെ ഇതിനെ രണ്ടാമത്തെ അലിഫ് ആ സ്വാദിട്ട അലിഫാണ് വന്നത്. ലാമിന് എന്തുണ്ട് അവിടെ? ഉച്ചാരണമുണ്ട്. കാരണം എന്താ? കമരിയാണത്. ലാം ഏത് അക്ഷരത്തിൽപ്പെട്ടതാണ്? കമരിയായ അക്ഷരങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ വല്ലൈലി. പിന്നെ ഇതാ കണ്ടോ, ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. അതിൻ്റെ ചോട്ടിൽ കണ്ടില്ലെങ്കിൽ ഹംസ അല്ലേ? അപ്പം നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. അപ്പോൾ വല്ലൈലി ഇതാ. ഇതാ കഴിഞ്ഞിട്ട് നഗ്നമായ അലിഫ് ഉണ്ടല്ലോ നിങ്ങൾ. ആ നഗ്നമായ അലിഫ് 2-3 കാര്യത്തിന് വരും. ഒന്ന്, ഒരക്ഷരത്തെ അത്രയും കൂടി നീട്ടാൻ. അപ്പം ഇതാ എന്നുള്ളത് ഒന്നുകൂടി നീട്ടാം. ഇതാ ഇതാ എന്ന് പറയുമ്പോൾ അത്രയും കൂടി നീട്ടാം. ഇതാ അതിനാണത് വരുന്നത്. ചിലപ്പോൾ ഈ അലിഫ് അകാരമായിട്ടും വരും. ഉദാഹരണമായിട്ട് എന്ത് ഇങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ ഖുർആനിൽ. സ്വലാത്ത് എഴുതുന്നതോ സ്വലവാത്ത് നയിക്കും അല്ലേ? അങ്ങനെ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ഈ അലിഫ് ഇവിടെ വന്നത്, വാവിൻ്റെ മിഡിൽ വന്നത്, ആ വാവിനെ അകാരമായി ഉച്ചരിക്കണം എന്നില്ല. സ്വലാത്ത് എന്ന സ്വലവാത്ത് എന്ന് ഓതാറില്ല ഉണ്ടോ? ഇവിടെ വന്നതോ ആ അക്ഷരത്തെ അത്രയും കൂടി നീട്ടണം. അതിനെന്തുണ്ടാവില്ല? അത് നഗ്നമായിരിക്കും, വേറെ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വല്ലൈലി ഇദാ സജ. അവിടെ കണ്ടില്ല നിങ്ങൾ? സജയാന്നാണല്ലോ ശരിക്കുള്ളത് അല്ലേ? എങ്ങനെയാണത്? സജാന്നോ വായിക്കേണ്ടത് സജയാന്നാണോ വായിക്കേണ്ടതെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അതിൻ്റെ സൂത്രം എന്താ? സജാന്നാണോ വായിക്കേണ്ടത് സജയാ? ഇങ്ങനെ ഇപ്പം എഴുതി കൂട്ടിക്കുക. സജ എന്ന് എഴുതിയാ ഇത് സജയ വായിച്ചൂടെ? അല്ല സജ വായിച്ചൂടെ? എങ്ങനെയാണ് വേർതിരിക്കുക? ഈ യാ ഇല്ലേ, യാഇൻ്റെ മിഡില് അലിഫ് വന്നാൽ ആ യാഇനെ അകാരമായി ഉച്ചരിക്കണം. അപ്പം സജ. ഈ യാഇൻ്റെ ശേഷം അലിഫ് വന്നാൽ സജയ. മനസ്സിലായോ? ഉദാഹരണം ഇങ്ങനെ ഉണ്ടാവും ഖുർആനിൽ. സ്വലവാത്ത്. സ്വലാത്ത് എന്നല്ല, സ്വലവാത്ത്. അങ്ങനെ ഉണ്ടാവും ഖുർആനിൽ. അപ്പോൾ യാഇൻ്റെ അതേപോലെ വാവിൻ്റെ മിഡിൽ അലിഫ് വന്നാൽ അതിനെ അകാരമായി അതേതാണ് ഇത് സജ. സജ കഴിഞ്ഞിട്ടാണോ അലിഫ് ഇട്ട ഖുർആനിൽ? അല്ല. അപ്പോൾ എങ്ങനെ ഓതണം? വല്ലൈലി ഇദാ സജ. പിന്നെ മാ അവിടെ 2 കതിർ കിട്ടിയാൽ മതി. മാ വദ്ദഅക. അവിടെ പ്രത്യേകമൊന്നുമില്ല. പിന്നെ റബ്ബുക അവിടെ ഇല്ല. പിന്നെ വമാ കൊല. അവിടെ കണ്ടോ? കലയാന്നല്ല വായിക്കാൻ പാടില്ല. വമാ കൊല മിഡില്ല വന്നത്, യാതിൻ്റെ മിഡില്ല. പിന്നെ വലൽ ആഖിറത്തു. പിന്നെ ഖൈറുൻ. അവിടെ കുറച്ച് പഠിക്കാണ്ട്. എന്താ ഈ ഖൈറുൻ? അവിടെ ചിലവിൽ ഓതിയപ്പം ഖൈറുൻ ലക്കാന്ന് ഓതിയുണ്ട്. അത് പിന്നെ തെറ്റാണ്, അങ്ങനെ ഓതാൻ പാടില്ല. ഇനി നോക്കിയോളൂ കേട്ടോ. സാക്കിനായ നൂന് അല്ലെങ്കിൽ തൻവീൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഫത്തഹ് തൻവീനാവും, കെസ്ർ തൻവീനാവും, ലൊമ്മ് തൻവീനാവും. സാക്കിനായ നൂന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൻവീൻ, അതിൻ്റെ ശേഷം ഈ അക്ഷരങ്ങൾ വരുന്നുണ്ട്. നോക്കി, യർ മ ലൂ ന. എത്ര അക്ഷരമുണ്ട്? യാഹ്റാവ്, മീമുലാമ്, വാവ്, നൂന്. ഇതിലേതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ആ തെൻവീനിനെ അല്ലെങ്കിൽ സാക്കിനായ നൂനിനെ ഈ അക്ഷരത്തിലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ലയിപ്പിക്കണം. എന്താ പറയാ? ഇദ്ഗാം ചെയ്യണം. എന്താ പറയാ? ഇദ്ഗാം ചെയ്യണം, ലയിപ്പിക്കണം. ചായയും പഞ്ചസാരയൊക്കെ കൂട്ടി അടിക്കണില്ലേ? അതേപോലെ കൂട്ടി അടിക്കണം. ഇവിടെ ഇപ്പോൾ ഏതാ വന്നത്? ഖൈറുന്നുള്ള ലൊമ്മ് തൻവീൻ വന്നത്. അതിൻ്റെ ശേഷം ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടോ? ലാമുണ്ട്, ഖൈറുല്ല. അപ്പം ലയിപ്പിക്കണം. ഇനി മറ്റൊന്ന്, ലയിപ്പിച്ചാൽ എല്ലാത്തിനും ലയിപ്പിച്ചാൽ മാത്രം പോരാ. ചിലയിടത്ത് ലയിപ്പിക്കും വേണം, ഉന്നത്തും വേണം, മണിക്കും വേണം. ചിലയിടത്ത് മണിക്കാനും പാടില്ല. അപ്പോൾ ലാമ് റാ ഈ അക്ഷരം വന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിലെ ലാമും റാവും വന്നാൽ ഉന്നത്ത് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാ? ഖൈറുല്ലക്ക എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. അവിടെ എന്താ ചെയ്യാവൂ? ഖൈറുല്ലക്ക. എന്നാല് പിന്നെ ആ ഖൈറുവിൻ്റെ ശേഷം പിന്നെ ഒരു മീമ് എന്ന് കൂട്ടുക. അപ്പം നിങ്ങൾ പറഞ്ഞേക്ക് ഓതണം. എങ്ങനെ? ഖൈറും മിമ്മ. കണ്ടോ? ഖൈറും. അവിടെ അങ്ങനെ തരിപ്പിക്കണം എന്നാ. അങ്ങനെ ആ മീം വന്നാൽ
പിന്നെ വാവ് വന്നാലും അതേപോലെ തന്നെ, നൂന് വന്നാലും അങ്ങനെ, യാവ് വന്നാലും. റാവും ലാമും വന്നാൽ ഇദ്ഗാമ് മാത്രമേ പാടുള്ളൂ, ഉന്നത്ത് പാടില്ല. അപ്പം എങ്ങനെ ഓതണം? ഖൈറുല്ലക. ആ ഖൈറുന്നില്ല ഒരു റൂ ഉച്ചരിക്കുക, എന്നിട്ട് ലാമിലേക്ക് ചാടാം. ഖൈറുല്ലക, ഖൈറുല്ലക. ഉണ്ടോ? അതാണ് അതിൻ്റെ സൂത്രം. പിന്നെ മിനൽ ഊല, അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞേക്ക് യാവിനെ ഊലയാ ഓതണ്ട അല്ലേ? ഇനി നിങ്ങൾ ആ 4 ആയത്ത് ഈ നിയമം അനുസരിച്ച് ഒന്നുകൂടി എല്ലാവരും കൂടി ഒതുക്കി. അൽഹംദുലില്ലാ. അത് മതി. എന്തെങ്കിലും ഇപ്പം ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തജ്വീദിൽ ഉണ്ടോ? ചോദിച്ചോളി. ഉണ്ടോ? അങ്ങനെയല്ല അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഓത്ത് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ, അങ്ങനെ ഒന്നും എന്തും ചോദിക്കാം. ഉത്തരം പിന്നെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നാലും. ആ ആ ആ അക്ഷരത്തിൻ്റെ മഹ്റജ് ഹ ആണ് ഉച്ചരിക്കേണ്ടത്. അതിൽ എഴുതിയതും അത് തന്നെയാണല്ലോ. അതുകൊണ്ട് പിന്നെ അത് കൺഫ്യൂഷൻ വരാനുള്ള. വല്ലുഹ അല്ല, വല്ലുഹ, വല്ലുഹ. അത് പിന്നെ മഹ്റജിൻ്റെ വ്യത്യാസമാണ്. അത് നമ്മൾ ശരിക്കും ഇത് ശ്രദ്ധിച്ചാൽ ആ മാറ്റം ഉണ്ടാവില്ല. പിന്നെ വേറെന്താ നിയമപരമായിട്ട് എന്തുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ സമയം പോവും. സൂറത്തിൻ്റെ പേര് അല്ലുഹ. സൂറത്തിൻ്റെ പേര് അല്ലുഹ. ലുഹ എന്ന് പറയുന്നത് എന്താ? ലുഹ ഒരു സമയത്തിൻ്റെ പേരാണ് ലുഹ. ഏത് സമയമാണത്? സൂര്യൻ ഉദിച്ച് ആ സൂര്യൻ ഒരു കുന്തത്തിൻ്റെ കതിർ ഉയർന്നാൽ പിന്നീട് പറയുന്ന ആ കുന്തത്തിൻ്റെ കതിർ, പണ്ടങ്ങനെയാണല്ലോ സമയമൊക്കെ കണക്കാക്കൽ, കിലോമീറ്റർ ഒന്നും ഇപ്പം നമുക്ക് അറിയില്ല എത്രയെന്നുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക അളവുണ്ട്. ആ അളവ് അതിനാണ് ഒരു കുന്തത്തിൻ്റെ കതിർ റൂം ഹെൻ എന്നാണ് തഫ്സീറിൽ പറഞ്ഞത്. അത്ര ഒരു കുന്തത്തിൻ്റെ നീളത്തിൻ്റെ അത്ര ഉയരം, പിന്നെ അത് ഉയർന്നാൽ, ആ സൂര്യൻ്റെ ഇത് ഉയർന്നാൽ എന്തുണ്ടാവും? അവിടെ മുതലാണ് ലുഹ കണക്കാക്കണം. അപ്പോൾ ഒരു സമയത്തിൻ്റെ പേരാണ് ഏത്? ലുഹ. ഇനി അള്ളാഹ് തുടങ്ങണതോ വല്ലുഹ. എന്താ വാവ്? വാവ് അള്ളാഹു സത്യം ചെയ്ത് പറയാൻ വേണ്ടി ഉപയോഗിച്ച വാവാണ് വാവ്. വാവുൽ ഖസം എന്നാണ് അതിന് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലുഹ സമയമാണ് സത്യം. ലുഹ സമയമാണ് സത്യം. വല്ലൈലി രാത്രിയുമാണ് സത്യം. ഇദാ സജ. ഇദാ സജ. സജ എന്ന് പറഞ്ഞാൽ എന്താ? ആ പേര് വന്നത് എങ്ങനെ? സജ ആദ്യം നമ്മൾ പഠിക്കുക. സജ എന്ന് പറഞ്ഞാൽ ശാന്തമാകുമ്പോൾ എന്നാ. രാത്രി ശാന്തമാകുമ്പോൾ ആ രാത്രി തന്നെയാണ് സത്യം. പിന്നെ മാ വദ്ദഅക. വദ്ദഅ നമ്മൾ യാത്രയപ്പൊക്കെ നടത്താറില്ലേ? യാത്രയപ്പിന് എന്താ പറയാ? വിദാൾ. അതിന് തന്നെയാണ് ആ പദം, വിദാൾ അല്ലേ? അപ്പം മാ വദ്ദഅക, നിന്നെ ഒഴിവാക്കിയിട്ടില്ല, നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, വെടിഞ്ഞിട്ടില്ല. റബ്ബുക, നിന്റെ രക്ഷിതാവ് നിന്നെ ഒഴിവാക്കിയിട്ടില്ല. വമാ ഖല, അവൻ നിന്നോട് വെറുപ്പ് കാണിച്ചിട്ടുമില്ല. അപ്പം എന്തൊക്കെയായി? നിന്റെ രക്ഷിതാവ് നിന്നെ വെടിഞ്ഞ് ഉപേക്ഷിച്ചിട്ടില്ല, നിന്നോട് വെറുപ്പും ദേഷ്യവും കാണിച്ചിട്ടില്ല. ഇനി പറയാം വലൽ ആഖിറത്തു, ആ ലോകമാണ്, പരലോകമാണ്. ഖൈറുൻ, ഏറ്റവും ഉത്തമമായത്. ലക്ക, നബിയെ താങ്കൾക്ക്. മിനൽ ഊല, ഈ ഐഹിക ജീവിതത്തെക്കാൾ ഏറ്റവും ഉത്തമമായത് പരലോകമാണ്. ഇത് ശരിക്ക് മനസ്സിലാവണമെങ്കിൽ ഏതൊരു സന്ദർഭത്തിലാണ് മുഹമ്മദ് നബിയോട് അള്ളാഹു താല ഈ ആയത്ത് മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കുന്നത്, അതിൻ്റെ അവതരണ ഹേതും കൂടി മനസ്സിലാകുമ്പോഴേ അതിൻ്റെ കുട്ടൻസ് ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ. എപ്പോഴാണ് ഇത് അവതരിപ്പിച്ചത്?
മഹാനായ ഇമാം ബുഖാരി, മുസ്ലിം റഹ്മഹുല്ല ജുന്ദുബ് ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. എന്താണ്? ഖാല, അദ്ദേഹം പറയാണ്, ഇഹ്തബസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തബസ ജിബ്രീൽ അലൈഹിസ്സലാം അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ വഹി കൊണ്ടുവരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് കുറച്ചു കാലം എന്ത് ചെയ്തു? വഹി നൽകാതെ വരാതിരുന്നു എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെച്ചു. ഫഖാലത്ത്, അപ്പോ ഇമ്രഅത്തുൻ, അവിടെ ഉണ്ടായിരുന്ന ഇമ്രഅത്തുൻ മിൻ ഖുറൈശികളിൽപ്പെട്ട ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? അബ്ത അലൈ ഷൈത്താൻ, മുഹമ്മദ് നബിയുടെ മേൽ ആ മുഹമ്മദ് നബിന്റെ പിശാചിപ്പം കുറച്ച് വൈകിട്ടാണ് വരുന്നത്, ഇപ്പം വരുന്നില്ലല്ലോ, പണ്ടത്തെ പോലെ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യ കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് വഹി അവതരിപ്പിച്ചിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ വഹി ഒരു അല്പകാലം, ഒരു ഫത്രത്തിൽ, ഒരു ചെറിയ കാലഘട്ടം നിലച്ചുപോയി. ആ നിലച്ചു പോയപ്പം ഖുറൈശികളിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീയെപ്പറ്റി അതിൻ്റെ പേര് തഫ്സീറിൽ പറയുന്നത് പിന്നെ അബൂലഹബിൻ്റെ ഭാര്യയായ ഉമ്മു ജമീല എന്ന് പറയും. നബിൻ്റെ തൻ്റെ പിതൃവ്യനായ അബൂലഹബ് ഉണ്ടല്ലോ, ആ അബൂലഹബിൻ്റെ ഭാര്യയായ ഉമ്മു ജമീല വന്നിട്ട് പറഞ്ഞു, എന്ത്? ആ മുഹമ്മദിന്റെ ശൈത്താപ്പ് വരുന്നില്ലല്ലോ. ആരെ പറ്റിയായി ശൈത്താന്ന് അറിയണത്? ആ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുന്ന ആ രംഗത്തിനാണ് എന്ത് പറയണത്? ആ നബീന്റെ വഹീനും ആ ജിബ്രീൽ അലൈഹിസ്സലാമിനും എന്ത് പറയും? ഒരു ശൈത്താൻ എന്ന് പറയും. മുഹമ്മദ് നബിക്ക് കിട്ടണ ആ ശൈത്താപ്പ് വരുന്നില്ലല്ലോ എന്ന് നബിയെ കളിയാക്കി പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു വാർത്ത പ്രവാചകൻ കേൾക്കുമ്പോൾ ആ പ്രവാചകൻ ഒരു മുബല്ലിഗ്, ഒരു അള്ളാഹുവിൻ്റെ ഈ റിസാലത്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരു മുബല്ലിഗ് എന്നുള്ള നിലയ്ക്ക്, ഒരു ദാഇ എന്നുള്ള നിലയ്ക്ക് പ്രവാചകൻ എത്ര വിഷമുണ്ടാവും മാനസികമായിട്ട് ആലോചിച്ച് നോക്കുങ്ങളല്ലേ? അല്ലേ? ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മളെ കളിയാക്കുമ്പോൾ ഉള്ളുകൂടെ നമ്മളെ കോരുമ്പോൾ എന്തുണ്ടാവും? ഏതൊരു മനുഷ്യനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമായിട്ട് ഇറക്കിയതാണ് ഇത്, ഈ ആയത്ത് വല്ലുഹ. ആ ആശ്വാസത്തിന്റെ വാക്ക് അല്ലാഹു തആല തുടങ്ങിയത് വല്ലുഹ, ളുഹ സമയം തന്നെ സത്യം. പിന്നെ പറയുന്നത് വല്ലൈലി, രാത്രി തന്നെ സത്യം. ഇദാ സജ, ആ രാത്രി ശാന്തമായി വരുമ്പോൾ. എന്താ അപ്പോ അല്ലാഹു തആല ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്ത് പറയാൻ മാത്രം ഇവിടെ പ്രശ്നം? അപ്പൊ ആ സത്യം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ഉപയോഗിച്ച രണ്ട് പദമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ളുഹ സമയം, രണ്ട് രാത്രി സമയം. ളുഹ സമയം എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകത ഉണ്ട്. ളുഹ സമയത്ത് എന്തുണ്ടാകും? സൂര്യൻ്റെ വെളിച്ചം പിന്നെ ശരിക്കും വരുന്ന ഒരു സമയമാണ് ഇത്, ഭൂമിയിലേക്ക് വരുന്ന ഒരു സമയമാണ് ളുഹ. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് രണ്ടും. രാത്രിയും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, പകലായ ളുഹയും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുമ്പോൾ ആ രണ്ട് കാര്യത്തിലും ലോകർക്കതിൽ ചിന്തിക്കാൻ ഒരുപാട് വകുപ്പുണ്ടാവും. ഏത് കാര്യവും ഈ ഭൂമുഖത്ത് നിങ്ങൾ നോക്കി പ്രപഞ്ചത്തിൽ ഏത് കാര്യം എടുത്താലും അതിനെന്തുണ്ടാവും? ഒരു ഓപ്പോസിറ്റ് ഉണ്ടാവും. ഏത് കാര്യത്തിനും ഉണ്ടാവില്ലേ? ഇരുട്ടിന് എന്തുണ്ടാവും? വെളിച്ചം ഉണ്ടാവും. വെളിച്ചത്തിന് ഇരുട്ട്, പകൽ രാത്രി, അല്ലേ? ഏത് കാര്യത്തിനും ഓരോ ഒന്നിനും അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും. എന്തിനാ അല്ലാഹു തആല അങ്ങനെ സൃഷ്ടിച്ചത്? അതൊരു ചിന്താവിഷയമാണ്. ഒരു സംഗതി ചിലപ്പോൾ നമുക്ക് അല്ലാഹു തആലയുടെ ആ സൃഷ്ടിപ്പിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആ ഓപ്പോസിറ്റ് ചിന്തിക്കുമ്പോഴാണ്, അല്ലേ? ഇപ്പം നമ്മൾ കണ്ണിനെ പറ്റി നമ്മൾ ചിന്തിക്കൂല. കണ്ണിനെ പറ്റി ഞാനും നിങ്ങൾ ചിന്തിക്കോ? എന്നാ കണ്ണെന്ന് ഒന്ന് കാണില്ല, എന്താ തിമിരം ബാധിച്ചു, അപ്പം നമ്മൾ മേപ്പിട്ട് നോക്കും. അല്ലാ 10 വയസ്സ് വരെ കണ്ണുകൊണ്ട് ശരിക്കും നിങ്ങളെ കാണാമായിരുന്നു, ഇപ്പം ശരിക്കും കാണില്ല മോനെ എന്ന് വല്യാപ്പ പറയും, അല്ലേ? ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പം ആ കണ്ണിന് തിമിരം ബാധിക്കുമ്പോഴാണ് ആ കണ്ണെന്ന അനുഗ്രഹത്തെപ്പറ്റി ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കുക. മനുഷ്യൻ്റെ സ്വഭാവമാണിത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെയും ലോക ജനതയെയും ഈ ഖുർആൻ ആരുടെ കയ്യിലെത്തുന്നോ അവർക്കൊക്കെ ചിന്തിക്കാനുള്ള ഒരു വകുപ്പാണ് ളുഹാ സമയവും രാത്രി സമയവും.
ലുഹാ സമയത്ത് പ്രവാചകന് വെളിച്ചം കാണാൻ പറ്റുമെങ്കിലും ഒരുപാട് സുഖസൗകര്യം ഉണ്ടെങ്കിലും രാത്രി ചിലപ്പോൾ ആ വെളിച്ചം കാണാൻ പറ്റില്ല. ഇത് അള്ളാഹുത്താല പിന്നെ ഈ അള്ളാഹുത്താലാന്റെ പ്രപഞ്ച സൃഷ്ടിപ്പായ ഈ സമയത്തെ അതിൻ്റെ രണ്ടറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സിന്റെ രണ്ടവസ്ഥയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. എങ്ങനെ ആ ചിത്രീകരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടം എന്താണ്? നബിന്റെ ആദ്യ കാലഘട്ടങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയായിരുന്നത്? എന്താ? ജനിക്കുമ്പോൾ ആരില്ല, വാപ്പല്ല, എത്തിയും അതിൽ പറയേണ്ടതായ അല്ലേ? പിന്നെ അതാട് കഴിഞ്ഞിട്ട് ആരില്ല, ഉമ്മ 6-ാമത്തെ വയസ്സിൽ മരിച്ചു പോണു. പിന്നെ താങ്ങും തണലുമായ വല്യാപ്പി മരിച്ചു പോണു. പിന്നെ ഒരിത്തിരി താങ്ങായിരുന്ന പിന്നെ ഇസ്ലാമിന്റെ എതിരാളിയാണെങ്കിലും അബൂ താലിബ് അതും മരിക്കുന്നു. പിന്നെ കുടുംബക്കാർ, എളാപ്പമാര്, മൂത്താപ്പമാരെന്ന് പറയുന്നതൊക്കെ മുഹമ്മദ് നബിയുടെ ശക്തമായ വൈരികൾ, അബൂലഹബിനെ, അബൂജഹലിനെ പോലുള്ള ശക്തമായ കഠോരമായ ശത്രുക്കൾ അല്ലേ? നാട്ടുകാരോ അവരും നബിയുടെ നേരെ എന്തേ? ഈ ദഅവത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം. അപ്പോൾ ആ പ്രവാചകന്റെ മാനസികാവസ്ഥകൾ നോക്കൂ അല്ലേ? നബി ഇങ്ങനെ ദഅവത്ത് എഴുതിയിട്ട് ആദ്യം വളരെ കുറച്ചാളുകൾ വിരലിലെണ്ണാവുന്ന 1-2 ആള്, അതും രഹസ്യമായിട്ടാണ് നബി ദഅവത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രവാചകന്റെ ആ മാനസികാവസ്ഥ ആദ്യത്തെ വെറും ഇരുട്ട് പോലെ, രാത്രിയുടെ ഇരുട്ട് പോലെയുള്ള ആ മാനസികാവസ്ഥ. പിന്നീട് കുറച്ചടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പ്രവാചകന് പിന്നെ ഒരുപാട് തുറവി ഇങ്ങോട്ട് കിട്ടുകയാണ്. ഹിജ്റയോട് കൂടി ആ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പ്രവാചകനെ സഹായിക്കാനും അങ്ങനെ ഇസ്ലാമിനോട് ശത്രുത പുലർത്തിയിരുന്ന മക്ക രാജ്യം, ആ ഖുറൈശികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ വരാനുമൊക്കെ അള്ളാഹു തുറവി കൊടുക്കാൻ. അപ്പം ആലോചിച്ചു രണ്ടവസ്ഥ. നിങ്ങൾ മട്ടക്കണമ ചവിട്ടീനോ? മട്ടക്കണമ ചവിട്ടീനോ നിങ്ങൾ? മട്ടക്കണ ഉണ്ടില്ല നിങ്ങൾ? തെങ്ങിന്റെ മട്ട, മട്ടക്കണ എന്നാ നമ്മളെ നാട്ടിൽ പറയും. നിങ്ങളടുത്ത പറയല്? ഇപ്പോഴാണ് ഇയാളെ ശബ്ദം കേൾക്കണേ. മട്ടക്കണ എന്നാണ് നമ്മളെ പറയാ, മലപ്പുറം ശരിക്കുള്ള ഭാഷ. നിങ്ങളെന്താ പറയല്? മട്ടല്. മട്ടൽമ ചവിട്ടി നിങ്ങള്. അതിന്റെ ആ മുൻഭാഗം ഒരാളെ കിട്ടിയാൽ മറ്റേതല്ലോ അവിടെ താത്ത നോക്കുമ്പോ ഇത് പൊന്തു. ഇതാണ് മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലേ? മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ മട്ടക്കണമ്പ ചവിട്ടിക്ക അവിടെ താകുമ്പോ ഇവിടെ പൊന്തുമ്പോ ഇത് മരണം വരെ ഉണ്ടാവും. ഇനി നമ്മൾ ഓരോരുത്തരുടെ ജീവിതങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ആ ചെറുപ്പത്തിലുള്ള അവസ്ഥ പോലെയാണോ? ചിലർക്ക് ചെറുപ്പത്തിൽ ഒരുപാട് ദുരിതം ഉണ്ടാവും അല്ലേ? ജനിച്ചപ്പോൾ തന്നെ വാപ്പി ഉണ്ടാവില്ല, ഉമ്മ ഉണ്ടാവില്ല, ഒരു കഞ്ഞി കുടിക്കാൻ ഒരു വകുപ്പും ഉണ്ടാവില്ല. പിന്നെ ആയിരിക്കും ഓൽക്ക് നല്ലത്. എന്നാൽ ചിലര് ജനിക്കുമ്പോ പിന്നെ നല്ല സ്വർണ്ണ കൂടാരത്തിലേക്കാരും ജനിച്ച് ആട് കഴിഞ്ഞിട്ട് വാപ്പന്റെ ഉമ്മന്റെ ആ തണലാട് പോകുമ്പോൾ പിന്നെയാണ് അവൻ ദുനിയാവിക്ക് തിരിഞ്ഞു നോക്കുന്നത്. അല്ലല്ലാ, ഇത്ര പ്രയാസ ജീവിതം അപ്പളാവോ മനസ്സിലാക്കി. അപ്പം കണ്ടെങ്കിൽ മട്ടക്കണമ ചവിട്ടിയേക്ക് ചിലവർക്ക് ആദ്യം സുഖം ഉണ്ടാവും, പിന്നെ പ്രയാസം ഉണ്ടാവും. ചിലവർക്ക് ആദ്യം പ്രയാസം ഉണ്ടാവും, പിന്നെ സുഖം ഉണ്ടാവും. അതാണ് വല്ലുഹ വല്ലൈലി ഇദാ സജ. മനുഷ്യന്റെ, പ്രവാചകന്റെ മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിന്റെ ജീവിതത്തിന്റെ 2 അവസ്ഥകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തോട് ഇതിലൂടെ പറയുന്നത്. മനസ്സിലാവുണ്ടപ്പം നിങ്ങൾക്കത് അല്ലേ? ആ അവസ്ഥയെ അള്ളാഹു സുബ്ഹാനഹു വതആല ചിത്രീകരിച്ചുകൊണ്ട് സത്യം ചെയ്യുക. അത് ചിന്തിക്കണ ഒരാൾക്ക് എന്തു കിട്ടും? മുഹമ്മദ് നബിയെ താങ്കളുടെ ജീവിതം എത്ര പ്രയാസത്തോടു കൂടി പോകണോ അതിനനുസരിച്ച് താങ്കൾക്ക് എന്ത് വരാൻ പോകുന്നുണ്ട്? വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അവസ്ഥ. അപ്പം ലോകത്ത് ഇനി നമ്മളെ ഭൗതികമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടി, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് അധ്വാനിക്കാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഓൻ എവിടെയെങ്കിലും ഉയർന്നിട്ടുണ്ടോ? വരൂല. അധ്വാനിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ ചാക്കും കൊണ്ടുപോകുക എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളെ നിങ്ങളുടെ പിന്നെ ബുദ്ധി നല്ലോണം പ്രവർത്തിക്കേണ്ടി വരും അല്ലേ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ആപ്പിളിൻ്റെ ഇത് കണ്ടുപിടിച്ചത് ആരാ? എന്തിനാളെ പേര് എന്താണ്? അയാളെ ജീവിതം വിവരിക്കുന്നുണ്ട്. അവസാന സമയത്ത് അയാള് രോഗിയായി ഇങ്ങനെ നിൽക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? എൻ്റെ ബാങ്കിൽ ഇത്ര അക്കൗണ്ട് ഉണ്ട് അല്ലേ? എത്രയോ എണ്ണാൻ പറ്റാത്ത അത്ര അക്കൗണ്ട് അയാളെ ബാങ്കിൽ ഇങ്ങനെ കുന്നുകൂടിയിരിക്കുക.
രോഗമാകുമ്പോൾ ഇതൊന്നും ഉപയോഗിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. അപ്പം അയാൾ ഒരു ലേഖനം ചെയ്തിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട്. എന്താണ്? ജീവിതം എന്ന് പറയുന്നത് ഈ സമ്പത്തല്ല. ജീവിതം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ പിന്നാലെ ഓടരുത് നിങ്ങൾ എന്നാണ് അയാൾ കൊടുക്കുന്ന ഉപദേശം. ആലോചിക്കൂ, നമ്മൾ ആദ്യം വിചാരിക്കും കുറേ സമ്പത്തൊക്കെ ഉണ്ടായാൽ എങ്ങനെ സുഖം ഉണ്ടാവും. എന്നാ നമ്മുടെ തന്നെ അവസ്ഥ നോക്കി നിങ്ങൾ. സമ്പത്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ കാണാൻ നല്ല ഷുഗറും പ്രഷറും എല്ലാം കൊണ്ട് തരും. അത് തിന്നരുത് അവിടൊക്കെ ഇന്ന് പഠിച്ചവനോട് വിലക്കും അല്ലേ? വല്ലുഹ വല്ലൈലി ഇദാ സജ. ജീവിതത്തിൻ്റെ രണ്ടറ്റം ഏത് മനുഷ്യനും ഉണ്ടാവൂത്. അപ്പം വല്ലുഹ വല്ലൈലി ഇദാ സജ. അതുകൊണ്ടാണ് അള്ളാഹു തആല അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ഈ രംഗത്തെ പിടിച്ച് സത്യം ചെയ്യേണ്ടത്. ഒന്ന് ലുഹാ സമയത്തെ പറ്റിയും അവിടെ വെളിച്ചുണ്ടാവും, പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റും, അവിടെ സുഖസൗകര്യങ്ങളുണ്ടാവും. എന്നാൽ രാത്രിയോ എല്ലാവർക്കും കാണാൻ പറ്റൂല, അത് മനസ്സിന് നിഗൂഢമായ ഒരവസ്ഥയാണ് എന്ന് വരും. ഇനി നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. രാത്രിയായിരിക്കും ചിലപ്പോൾ ആൾക്ക് പിന്നെ ആ പകലിൻ്റെ അധ്വാനത്തിൽ നിന്നൊക്കെ മുക്തനായി പിന്നെ ഒരു റാഹത്ത് കിട്ടാൻ പറ്റിയ. അപ്പം രണ്ടും അള്ളാഹു തആല ഇവിടെ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലുഹ എന്ന് പറയുന്ന ആ സമയത്തെപ്പറ്റി ചിന്തിക്കാനും വല്ലൈലി ഇദാ സജ, ഇതൊരു പ്രാപഞ്ചിക ദൃഷ്ടാന്തമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ശൈലിയും അതാണ്. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലൂടെ കടന്നു വന്നാൽ എന്തുണ്ടാവും? നമ്മളിപ്പോൾ ഒരു അവിശ്വാസിയായ ആളെ എങ്ങനെയാണ് അയാൾക്ക് ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക? അയാൾക്ക് നിങ്ങൾ ഖുർആൻ വായിച്ചോളി, ഇതിലിങ്ങനെ ഒതുണ്ടാക്കണം, ഇതിലിങ്ങനെ തല തടവണം അല്ലേ? സൂറത്തു മാഇദയിൽ ആയത്ത് ആ വിശ്വാസിക്ക് ആ മുസ്ലിമിന് പറഞ്ഞു കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോമ്പ് വെക്കണം, നിങ്ങൾ ഇത്ര നേരം ദിക്ർ ചെയ്യണം. അതൊക്കെ ഇപ്പോൾ ഒരു അവിശ്വാസിയായ ഇസ്ലാമിനെ പറ്റി പഠിക്കാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ അഭിസംബോധനം ചെയ്യുന്നിടത്ത് കാണാം പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ് 1300 ആയത്തുകൾ. എന്തിനാണ് ഈ ഇപ്പോൾ അതിൽപ്പെട്ട ഒരു ആയത്താണ് ഇത് വല്ലുഹ. അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ലുഹാ സമയം. അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട മറ്റൊരു സമയമാണ് രാത്രി. അപ്പം ഈ രാത്രിയെ പറ്റിയും ഈ പകലിനെ പറ്റിയും പഠിക്കണം. എങ്ങനെയാ ഇപ്പം ഈ രാത്രി ഉണ്ടാവുന്നത്? എങ്ങനെയാ ഇപ്പം ഈ പകലുണ്ടാവുന്നത്? ഈ പകലിങ്ങനെ അനുസ്യൂതം അതിനൊരു അറ്റമില്ലാതെ ഇങ്ങനെ പകലാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം? ഇവിടെ സൂര്യൻ അസ്തമിക്കണില്ല, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ജീവിക്കാൻ കഴിയൂല. ഇനിയിപ്പം രാത്രിയായി സൂര്യൻ ഉദിക്കണില്ല, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആലോചിച്ച് നോക്കൂ. ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇത്ര സമയം രാത്രി, ഇത്ര സമയം ഇരുട്ട്, ഇത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ മഹാ അനുഗ്രഹമാണ്. എന്നും ഇരുട്ടാണെങ്കിൽ, എന്നും രാത്രിയാണ്, എന്നും പകലാണെങ്കിലോ അങ്ങനെ ഒരു സംവിധാനം അള്ളാഹുവിടെ അപ്പം അത് ചിന്തിക്കണം. ആരാ അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒരു സംവിധാനം, പകലെന്ന സംവിധാനം, രാത്രി എന്നുള്ള സംവിധാനം ആരാ അതൊക്കെ പടച്ചുണ്ടാക്കിയത്? ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവില്ലയോ എന്ന് ബുദ്ധിയുള്ള അവിശ്വാസി ചിന്തിക്കും അല്ലേ? സ്വാഭാവികമായിട്ടും ചിന്തിക്കും. അവിശ്വാസികളോട് നമ്മൾ പറയേണ്ടതാ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ് ആദ്യം അവർക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. കാരണം ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗോളശാസ്ത്രം പഠിച്ചിട്ടുണ്ടാവും. ഇയാളോ ഹന്തസ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടാവും. ഇയാളോ അയാൾ വലിയ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും. അയാൾ കെമിസ്ട്രിയോ ബയോളജിയോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചിട്ടുണ്ടാവും. ആ വിഷയത്തിലൂടെ കടന്നു ചെന്നുകൊണ്ട്, അല്ലെങ്കിൽ ചരിത്രം പഠിച്ചിട്ടുണ്ടാവും. അയാൾ പഠിച്ച വിഷയത്തിലൂടെ കടന്നു ചെന്നുകൊണ്ട് ഖുർആനിലൊരു വിഷയം അയാൾക്കാണ് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു പഠനവുമില്ല, ഓനെ കൊതുക് അടിച്ചിട്ടുണ്ടാവും അല്ലേ? ആലോചിച്ചൊക്കെ ഓനെ കൊതുക് അടിച്ചിട്ടുണ്ടാവൂലേ? കൊതുകടിക്കുമ്പം എന്താ അവിടെ ചിന്തിക്കാനുള്ളത്? വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യസ്തഹി അയ്യദ്രിബ മസലൻ മാ ബഅൂലതൻ ഫമാ ഫൗഖഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ലജ്ജിക്കുന്നില്ല. എന്താ? ഒരു കൊതുകിനെ ഉപമ പറയാൻ, അല്ലെങ്കിൽ അതിനേക്കാൾ നിസ്സാരമായി. അപ്പൊ കൊതുകടിക്കുമ്പം, ഒരു അവിശ്വാസിയെ കൊതുകടിക്കുമ്പോൾ ആ കൊതുകിനെ പറ്റി ഓന് പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനെയാ, എന്താ കൊതുക്, എന്തുകൊണ്ടാ കൊതുക് കടിക്കണത്, എന്തിനാണ് ആ കൊതുക് എന്നെ കുത്തിയത്, ഇയാളെ കുത്താതെ പോയത്? കൊതുക് എല്ലാവരും തിന്നുവോ? എല്ലാവരുടെ രക്തം കുടിക്കോ കൊതുക്? കുടിക്കൂലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇല്ല. കൊതുക് ആദ്യം പിന്നെ പരിശോധിക്കും. അത് റസാക്കിൻ്റെ രക്തം എനിക്ക് പറ്റൂലെന്ന്. അതിന്
അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആധുനിക ശാസ്ത്രലോകം പറയാണ് അതിന് പിന്നെ 500 ഇരട്ടി വലിപ്പത്തിലാക്കി പോണ ഈ പിന്നെ എന്താ മജ്ഹർ എന്നറിയാറ്, എന്താ അതിന് പറയല്, വലിപ്പം കാണുന്ന എന്താ ഒരു ഇതില്ലേ, മൈക്രോസ്കോപ്പ്, അത് വെച്ചിട്ട് അതിൻ്റെ 5000 ഇരട്ടി വലിപ്പത്തിലാക്കി അതിനെ പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ തലയിൽ 100 കണ്ണുണ്ടോലോ. മനുഷ്യന് പഠിച്ച 2 കണ്ണേ കുടിച്ചിട്ടുള്ളൂ. കൊതുക്, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കൊതുകിൻ്റെ തലയിൽ 100 കണ്ണുകൾ. റഡാർ സംവിധാനം അല്ലേ, റഡാർ സംവിധാനം ഉണ്ട് അതിന്. പിന്നെ അതിന് പിന്നെ ജിഹാദ് തമ്മി, രക്തം എനിക്ക് കുടിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഉപകരണമുണ്ട്. അത് കുത്തിനോക്കിയിട്ടാണ് രക്തം എനിക്ക് പറ്റുമെങ്കിൽ അത് ആ കൊതുക് നമ്മൾ ചെയ്യുന്നത് ധരിപ്പിക്കാൻ അല്ലേ, എന്താണ് അനസ്തേഷനോ, അതിനാണ് തഖ്ദീർ എന്ന് പറയുന്നത്. അറബിയിൽ പറയാം ജിഹാദു തഖ്ദീർ. ആ ഒരു അവയവം അനസ്തേഷൻ ചെയ്യും അത്. എന്നിട്ട് അത് കുടിക്കും ആ കൊതുക്. അത് കുടിച്ച് കഴിഞ്ഞിട്ടാണ്, അതുവരെ നമ്മൾ അറിയില്ല, അത് നല്ല മൂക്കറ്റം കുടിച്ച് പോയിട്ടും എല്ലാം അവിടെ പോയിക്കും. അപ്പോഴേക്കാരം നമ്മളിങ്ങനെ മാന്തിനത്. എന്നിട്ട് അത് നോക്കി നമ്മളെങ്ങനെ ചിരിക്കും. നോക്കി നിങ്ങൾ, ഞാനിത് എന്തിനാ പറഞ്ഞത്? റഹ്മാനായ റബ്ബ് ഒരു കൊതുകിന് ജീവിക്കാനുള്ള വക അല്ലേ, ആ ഉപജീവനം അതിന് നൽകിയത് എത്ര സൂക്ഷ്മമായിട്ടാണ്. മനുഷ്യൻ അതിനെ ചവിട്ടി തേക്കൂലേ അല്ലേ, പായിപ്പിക്കൂലേ? പക്ഷേ പായിപ്പിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിനെ. നമ്മൾ ചൊറിമ്പളാണ് ഇങ്ങനെ അതിൻ്റെ നോക്കണത്. പക്ഷെ ആ സമയത്ത് അത് അവിടെ ഉണ്ടാവുമോ? അത് കുടിച്ച് പോയിട്ടുണ്ടാവും അല്ലേ. എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ചൊറിച്ചിൽ വരുന്നത്. ആലോചിച്ച് നോക്കി നിങ്ങൾ, മഹാ അത്ഭുതമല്ലേ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പായ കൊതുക്. അപ്പം ആ കൊതുക് ഒരു അവിശ്വാസി നമ്മൾ കാണുമ്പോൾ, ഖുർആൻ കൊടുക്കുമ്പോൾ ഒന്നും അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കൊതുകിനെ പറ്റി വിവരിച്ചു കൊടുക്കുക. എന്തുണ്ടാവും? ഓൻ ഖുർആൻ പഠിക്കും അല്ലേ. അതാണ് എന്തിനാപ്പം ഞാൻ ഇത് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി വിവരിക്കുന്നത് ഈ ഒരു കാര്യത്തിനാണ്. മനസ്സിലായോ? പ്രാപഞ്ചിക ദൃഷ്ടാന്തം മനസ്സിലാവാൻ വിശ്വാസിയാവണമെന്നില്ലല്ലോ. ആ വിശ്വാസിക്കും മനസ്സിലാവും, ദൈവമില്ല എന്ന് പറയുന്ന യുക്തിവാദിക്കും മനസ്സിലാവും. പക്ഷേ ഓൻ ദൈവമില്ല എന്നൊക്കെ പറയും, എന്നാലും ഓനിത് സംഗതി തിരിയും അല്ലേ. ആരാ ആകാശം ഉണ്ടാക്കിയത്, ആരാപ്പം ഈ പ്രപഞ്ചത്തിൽ, ഇത് വെറുതെ യാദൃശികമായി ഉണ്ടായതാണോ എന്നൊക്കെയാണ് പറയുവൻ. ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഇല്ല, ഇതിൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടികർത്താവുണ്ടെന്ന് ഓനും മനസ്സിലാക്കും അല്ലേ. അതുകൊണ്ടാണ് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ ഉടനീളം പറയുന്ന കാണാം അല്ലേ. അലം തറ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റ് സൂറത്ത് ആൽ ഇംറാൻ ഒരുപാട് സൂറത്തുകൾ ഇങ്ങനെ പറയുന്നതാണ്. രാപ്പകലുകൾ സൃഷ്ടിപ്പിലും അത് മാറി വരുന്നതിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറയുന്ന ആയത്തുകൾ ഇങ്ങനെ കാണാം. അതേപോലെ സൂര്യനും ആകാശവും ഭൂമിയും പിന്നെ ഈ ചക്രവാളങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണെന്ന് വിവരിക്കണം ഒരുപാട്. അപ്പം ഇങ്ങനെയുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു പ്രാപഞ്ചിക ദൃഷ്ടാന്തമാണ് ഇത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ളുഹാ സമയം, അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ രാത്രി, അതിനെപ്പറ്റി നമ്മളോട് ചിന്തിക്കാനാണ് പറയുന്നത്. ആ രാത്രി ഒരു പകലിങ്ങനെ മുഷിഞ്ഞ് പ്രയാസപ്പെട്ടിങ്ങനെ അധ്വാനിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് രാത്രി വരുമ്പോൾ ഒരു സമാധാനമല്ലേ ഉണ്ട്. രാത്രിയിൽ ഇങ്ങനെ മുഷിഞ്ഞുങ്ങളെങ്ങനെ സൂര്യൻ ഉദിച്ച് കിട്ടിയെങ്കിൽ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് നേരം പുലരുമ്പോൾ ഒരു സമാധാനമല്ലേ ഉണ്ട്. ഇതേപോലെ ഓ മനുഷ്യ, നിനക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസത്തിന് ശേഷം എന്തുണ്ടാവും? ഒരാശ്വാസം വന്നെത്തും എന്ന് അല്ലാഹു തആല ലോക ജനതയെ പഠിപ്പിക്കാനാണ് വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ പറയുന്നത്? മക്കായിലെ മുശ്രിക്കുകൾ നബിയെ പിന്നെ വേദനിപ്പിച്ച കാര്യമാണത്. എൻ്റെ ശൈത്താൻ എൻ്റെ വഹി നിന്നിന് മുഹമ്മദേ അല്ലേ. അപ്പൊ അള്ളാഹ് പറയാ മാ വദ്ദഅക, മുഹമ്മദ് നബിയെ അള്ളാഹു നിന്നെ എന്താക്കിയിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് മലയാളത്തിൽ വിവർത്തനം ചെയ്തത്. ഉപേക്ഷിക്കുക എന്നുള്ളതിന് എന്ത് പറഞ്ഞാൽ മതി? അറബി ഭാഷയിൽ നമ്മളിപ്പോൾ ഓനെ ഒഴിവാക്കുന്നില്ലതിന് എന്ത് പറഞ്ഞാൽ മതി? തറക്ക. തറക്ക എന്ന് പറഞ്ഞാൽ മതി. അള്ള തറക്ക എന്നാണോ ഉപയോഗിച്ച്? അല്ല, അള്ള ഉപയോഗിച്ചത് എന്താണ്? മലയാളത്തിൽ വിവർത്തനം ചെയ്തപ്പോൾ എല്ലാ വിവർത്തകരും വിവർത്തനം ചെയ്തപ്പോൾ ഭാഷാന്തരം ചെയ്തപ്പോൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അർത്ഥം കൊടുത്ത്. അള്ള നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതിന് മാ തറക്ക പറഞ്ഞാൽ മതി. അള്ള ഉപയോഗിച്ച പദം എന്താണ്? മാ വദ്ദഅക. അപ്പൊ ആ പദത്തിൻ്റെ ഉള്ളിലൊരു സൂത്രമുണ്ട്. എന്താണ് ആ സൂത്രം?
ഇയാളപ്പം നമ്മൾ കുവൈത്തിൽ നിന്ന് യാത്ര അയക്കാൻ നമ്മൾ ഉദ്ദേശിക്കണില്ല അല്ലേ? ഞാൻ ഉപേക്ഷിക്കണില്ല എന്ന് പറഞ്ഞു, യാത്ര അയക്കാനില്ല എന്ന് പറഞ്ഞു. എന്തുണ്ട്? യാത്ര അയക്കൽ ആരെ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നമ്മൾ എന്ത് കൊടുക്കുക? യാത്ര അയക്കുക. ഇഷ്ടപ്പെടാത്ത ആളെ യാത്ര അയപ്പിൽ ഞാൻ പോവോ? ഇല്ല. നിങ്ങൾ പോവോ? ഇല്ല. എൻ്റെ ശത്രുവായ ഒരാളെ യാത്ര അയക്കാൻ ഞാൻ പോവില്ല. നിങ്ങൾ പോവോ? ഇല്ല. അപ്പം അള്ളാഹുവിൻ്റെ ശത്രുവല്ല മുഹമ്മദ് നബിയെ ആര് താങ്കൾ എന്ന് അള്ളാഹു ആ പദത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ടടക്കണ്ടേ. മുഹമ്മദ് നബിയെ അങ്ങയോട് അങ്ങേയറ്റം താല്പര്യമുള്ളവനും അങ്ങയോട് അങ്ങേയറ്റം ഹനാന് വാത്സല്യമുള്ളവനുമാണ് നിന്റെ നാഥൻ എന്ന് ആ പദത്തിൻ്റെ ഉള്ളിലുണ്ട്. ആ പദമാണ് ഇത് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചത്, വദ്ദ. നേരെ മറിച്ച് ഒരു വെറുപ്പോട് കൂടി ഒഴിവാക്കുകയാണെങ്കിൽ എന്താ പറയാ? തറക്കാന്നാ പറയാം അല്ലേ? വേസ്റ്റും കൊട്ടയ്ക്ക് ഇടുന്നതിന് എന്താ പറയാ? എന്താ കുവൈറ്റുകൾ പറയല്? യാ തറക്ക് എന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ ഖല്ലി എന്നൊക്കെ പറയാറുണ്ട്. ഖല്ലി ദുബാല എന്നൊക്കെ പറയും. എന്താ ഒരു തമ്മിലുള്ള വ്യത്യാസം? ഖല്ലി ദുബാലയും എത്രക്കെന്ന് അറിയേണ്ടതും ഉത്തരക്കുന്നാണ് എത്രക്കെന്നായത്. ചിലവർ പറയും എർമി, അങ്ങനെയും പറയും അല്ലേ? നിങ്ങളെ കമ്പനിയിലൊക്കെ എന്താ പറയല്? എർമി ഹാദ ദുബാല അല്ലേ? അങ്ങനെയല്ലേ പറയല്? ചിലർ അങ്ങനെ പറയും, ചിലർ എത്രക്കെന്ന് പറയും, ചിലരോ ഖല്ലി ദുബാല. ഓരോ പദവും വളരെ ചിന്തിക്കാനുള്ള. എർമി എപ്പോഴാ പറയാ? നമുക്ക് തീരെ വേണ്ടാത്ത വളരെ വെറുപ്പുള്ള ഒഴിവാക്കാൻ പറ്റിയ കാര്യം നമ്മൾ എർമി എന്ന് പറയുള്ളൂ. എത്രക്കെന്ന് പറഞ്ഞാൽ ഇപ്പം തൽക്കാലം അവിടെ വെക്ക്, വേണമെങ്കിൽ അപ്പോൾ ഉപയോഗിക്കുക. അതിനാണ് എത്രക്കെന്ന് പറയാം. ഖല്ലി പറഞ്ഞാലോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് അവിടെ കൊണ്ടേക്ക്. ഇത് ഓരോന്നും വ്യത്യാസം. അറബി ഭാഷയാണ് കണ്ടോ. ഇതേപോലെ വദ്ദ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ വാത്സല്യമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ സ്നേഹമുണ്ട്. ഒരു ഉമ്മ കുഞ്ഞിനോട് കാണിക്കുന്നത് പോലെയുള്ള ഹനൂൻ, ആ വാത്സല്യം ആ പദത്തിൻ്റെ അകത്തുണ്ട്. ആ പദമാണ് അള്ളാഹു തആല എന്ത് പറഞ്ഞത്? മക്ക മുശ്രിക്കുകളെപ്പെട്ട ആ ഖുറൈശികൾ നബീൻ്റെ വഹിയിൽ നിന്ന് നബിക്ക് ആ ശൈത്താൻ ജിബ്രീൽ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ആ സമാധാനത്തിൻ്റെ വാക്കാണേത് അള്ളാഹു സുബ്ഹാനഹു. അങ്ങനെ ഒരു വാക്കെന്നെ കേൾക്കുമ്പോൾ എന്തുണ്ടാവും? പ്രവാചകന് അങ്ങേയറ്റത്തെ ആശ്വാസമുണ്ടാകും എന്നതാണ് ഇതിൽ നമ്മൾ പഠിക്കാനുള്ള മറ്റൊരു. പിന്നെ പറയാ മാ വദ്ദഅക. പിന്നെ പറയണ എന്താ? റബ്ബുക. ഉണ്ടെങ്കിൽ റബ്ബുക ആര് പറഞ്ഞയച്ചിട്ടില്ല, വെറുപ്പ് ഉപേക്ഷിച്ചിട്ടില്ല? നിന്റെ രക്ഷിതാവ്. അവിടെ ഇപ്പം എന്തിനാ രക്ഷിതാവ് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ നിന്റെ? അതും നബിയെ നിന്നെ രക്ഷിക്കുന്നവൻ ഞാനാണ്. ആര്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ടതില്ല. ഈ മുശ്രിക്കുകൾ എങ്ങനെ നിന്നെ ഉപദ്രവിച്ചാലും, എന്ത് കുത്തുവാക്കുകൾ പറഞ്ഞാലും, എന്ത് പീഡനം അവർ നിന്നെ ഏൽപ്പിച്ചാലും ഞാനുണ്ട് നിന്റെ കൂടെ. റബ്ബുക എന്ന് അള്ളാഹു താല ഇലാഫത്ത് ചെയ്യാൻ പിന്നെ എന്താ പറയുക, അത് കണക്ട് ചെയ്ത് പറയാൻ ഉള്ള കാരണം അതാണ്. അപ്പം മാ വദ്ദഅക റബ്ബുക. പിന്നെ വീണ്ടും അള്ളാഹു ആവർത്തിക്കാണ്. എന്ത്? വമാ ഖല. എന്താ ഈ ഖല എന്ന് പറഞ്ഞാൽ? ഒരാളോട് നമുക്ക് അങ്ങേയറ്റത്തെ എന്താ പറയലതിന് കുറുമ്പും ദേഷ്യവും. നമ്മൾ ചിലപ്പം എനിക്കിപ്പോൾ ഇയാളോട് ഭയങ്കര വെറുപ്പ് അറസാക്കിനോടെങ്കിൽ ഞാൻ എന്താ ആദ്യം ചെയ്യുക? എന്താ ചെയ്യുക? ഞാൻ മുണ്ടുവോ? ഇല്ല, ഞാൻ സംസാരിക്കൂല. എൻ്റെ മനസ്സോ ഭയങ്കര കുറുമ്പിൻ്റെ കട്ടായിരിക്കും. എൻ്റെ ചില ആളുകളെ കണ്ടില്ല നിങ്ങളങ്ങനെ? അത്തരം അങ്ങനെ ദേഷ്യമുള്ളതിനാണ് എന്ത് പറയാം? കൊല. മറ്റ് സാധാരണ ദേഷ്യമാണെങ്കിലോ ഞാൻ ഇപ്പോൾ അവനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും, എന്നാലും എനിക്ക് ദേഷ്യ അല്ലേ? റസാക്ക് നിസ്കരിക്കാൻ പോവില്ല, സപ്പോസ്. അങ്ങനെ നിസ്കരിക്കാൻ പോവാത്ത ഒരാളാണെങ്കിൽ ഞാൻ സംസാരിക്കും, പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവും, ബുഹലുണ്ടാവും അല്ലേ? എന്താ ബുഹല്? നിസ്കരിക്കാൻ പോകണമെന്നില്ല ആഗ്രഹം കൊണ്ട് വരുന്ന ബുഹലാണ് അല്ലേ? അങ്ങനെ ഉണ്ടാവും ചിലപ്പം. അങ്ങനെ ചില ആളുകളെയൊക്കെ നമുക്ക് കാണാം. അപ്പം അതാണ് ബുഹല്. കല എന്ന് പറഞ്ഞാലോ, കല എന്ന് പറഞ്ഞാൽ എന്നും ആ വെറുപ്പ് അത് മനസ്സിൻ്റെ അകത്തുനിന്നാണ്ട് പോണില്ല. എന്ത് ഇത് പൊട്ടിച്ചാലും അതിങ്ങോട്ട് പൊട്ടണില്ല. ആ രൂപത്തിലുള്ള വെറുപ്പ് മുഹമ്മദ് നബിയെ താങ്കളോട് അള്ളാഹു തആല കാണിച്ചിട്ടില്ല, ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പം നോക്കി നിങ്ങൾ, എന്തൊരു ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ വാക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികളുടെ ആ ജൽപ്പനത്തിന് മറുപടിയായി പ്രവാചകനെ ആശ്വസിപ്പിക്കണമെന്ന് നോക്കുങ്ങൾ. അപ്പം അതാണ് അതിൽ പഠിക്കാനുള്ള മറ്റൊരു കാര്യം.
പിന്നെ ഇതിൽ നിന്ന് പഠിക്കാനുള്ള മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഒരിക്കൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പിന്നെ അബൂ മുഹൈഹിബ എന്ന് പറയുന്ന ഒരു സഹാബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ മുഹൈബിയോട് ചോദിക്കാണ്, അല്ലാഹു തആല ഇന്നി ഖദ് ഊതീതു. നബി പറയാണ്, അല്ലാഹു തആല എനിക്ക് നൽകി മഫാത്തീഹ ഖദാഇനി ദുനിയ, ദുനിയാവിൻ്റെ പിന്നെ ഖദീനകളുടെ ചാവികൾ അല്ലാഹു തആല എനിക്ക് നൽകി. പിന്നെ വൽ ഖുൽദ ഫീഹ, ആ ദുനിയാവിൽ പിന്നെ എന്നുമെന്നും ജീവിക്കാനുള്ള ആ ശാശ്വതമായ അതും അല്ലാഹു തആല നൽകി. സുമ്മൽ ജന്ന, പിന്നെ ആ സ്വർഗവും എനിക്ക് നൽകി. അപ്പോൾ നബിക്ക് 3 സെലക്ഷൻ കൊടുക്കുകയാണ്. ഒന്ന്, ദുനിയാവിൻ്റെ മുഴുവൻ ഖദീനകളുടെയും ഖജനാവിൻ്റെയും ചാവി, സമ്പത്തിൻ്റെ ചാവി. രണ്ടാമത്, ദുനിയാവിൽ എന്നും ജീവിക്കാൻ. മൂന്നാമത്, അത് രണ്ടിനു ശേഷമുള്ള ആ സ്വർഗം. അപ്പം നബി പറയാണ്, വഹുയ്യിർതു ബൈന ദാലിക വബൈന ലിഖാ അല്ലാഹ് വൽ ജന്ന, അതിൽ ഞാൻ തിരഞ്ഞെടുത്തത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനും ആ സ്വർഗമാണ്, ദുനിയാവ് ഞാൻ തിരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ്. ഖാല, അപ്പോൾ ഈ സഹാബി ചോദിക്കുകയാണ്, ബി അബി വ ഉമ്മി ഫഖുദ് മഫാത്തി അദ്ദുനിയ, നിങ്ങൾക്ക് എന്താ ദുനിയാവും സെലക്ട് ചെയ്തുകൂടേനോ, ആ ദുനിയാവിലുള്ള നിത്യവാസവും സെലക്ട് ചെയ്തുകൂടേനോ, എന്നിട്ട് സ്വർഗത്തിലും പോയിക്കൂടേനോ, അതല്ലേ ഏറ്റവും നന്നായിരുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ വല്ലാഹിയ അബാ മുഹൈഹിബ, അബൂ മുഹൈബിബ ഒരിക്കലുമല്ല. ലഖദ് ഇഖ്തർതു ലിഖാ റബ്ബി വൽ ജന്ന, ഞാൻ തെരഞ്ഞെടുത്തത് എൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടാനും അതേപോലെ ആ സ്വർഗം ലഭിക്കാനുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് സഹാബി പറയാണ്, ജന്നത്തുൽ ബഖി എന്നുള്ള ആ ഖബർസ്ഥാനിലേക്ക് പോവുകയും ആ ഖബർസ്ഥാനിലേക്ക് വേണ്ടി ഖബർസ്ഥാനിൽ മരം ആടിയ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്തു. എന്നിട്ടാണ് അവിടെ പിരിഞ്ഞു പോയത്. അപ്പോൾ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹ് പറയുന്നത്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. അല്ലേ, വരാൻ പോകുന്നതാണ് ഇപ്പോഴതിനേക്കാൾ ഉത്തമം. അതാണ് അതിൻ്റെ മറ്റൊരാശയം. വരാൻ പോകുന്ന ഏതാ? പരലോകം. ഈ ജീവിതത്തിന് ശേഷം വരാൻ പോകുന്നതാണ് ഖൈറുൻ ലക്ക, മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഉത്തമമായിട്ടുള്ളത്, ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത് വരാൻ പോകുന്ന പരലോക ജീവിതമാണ് ഈ ദുനിയാവിലെ ജീവിതത്തെക്കാൾ. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? അവിടെ പറയാനുള്ള കാരണം എന്താ? മറ്റേ ആയത്തുമായിട്ട് എന്താ ബന്ധം? ദുനിയാവിൽ ഒരുപാട് മുള്ളും കെട്ടുകളും പ്രയാസങ്ങളും കുപ്പിച്ചില്ലുകളും ഒക്കെ ചവിട്ടിയിട്ട് മുന്നോട്ട് പോകേണ്ടി വരും, അല്ലേ? അപ്പം കുറേ കുപ്പിച്ചില്ലും മുള്ളൊക്കെ കുത്തും, മനസ്സിന് പ്രയാസം ഉണ്ടാവും, ശരീരത്തിന് പ്രയാസം ഉണ്ടാവും. നബിയുടെ ജീവിതത്തിൽ അതുണ്ടായിട്ടില്ലേ? സമാധാനത്തിന് വേണ്ടി തായിഫിലേക്ക് പോകുമ്പോൾ ആ തായിഫിലെ കുടുംബക്കാർ എന്താ ചെയ്തത്? സമാധാനത്തിൻ്റെ വെള്ളം കൊടുക്കുന്നതിന് പകരം എന്താ ചെയ്തത്? ആശ്വാസം കൊടുക്കുന്നതിന് പകരം കല്ലെറിഞ്ഞിട്ട് വായിപ്പിക്കുക ചെയ്തത്. കല്ലെറിഞ്ഞെന്ന് മാത്രമല്ല, രക്തം വാർന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രക്തം ഇങ്ങനെ തുടച്ചുകൊണ്ടാണ് ആ തായിഫിൽ നിന്ന് തിരിച്ചു പോകുന്നത്. ആരാണത്? അമ്മാവന്മാർ, കുടുംബക്കാർ. എന്തെങ്കിലും ബാപ്പല്ല ഉമ്മല്ല ആരുമില്ല. അപ്പം അമ്മമാരെത്തുന്ന എന്തേ കിട്ടുമെന്ന് വിചാരിച്ച് പോയതാ. കിട്ടിയതെന്താ? ഏറാൻ. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. അല്ലേ, ദുനിയാവിൽ ഇങ്ങനെ ഒരുപാട് കുപ്പിച്ചില്ലുകളും മുള്ളുകെട്ടുകളും പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്യേണ്ടി വരും. പക്ഷെ മുഹമ്മദ് നബിയെ വരാൻ പോകുന്ന ആ പരലോകം ഉണ്ടല്ലോ, ഖൈറുൽ ലക, അതാണ് എനിക്ക് ഉത്തമം, മിനൽ ഊല, ഈ ഐഹിക ജീവിതത്തിൽ. ഇത് മുഹമ്മദ് നബിക്ക് മാത്രം ബാധകമാണോ? നമ്മോട് ഇപ്പം എന്തിനാ അത് ഓതാൻ പറയുന്നത്? നമുക്കതിലൊരുപാട് പാടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ മർഹലയിലും, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ നമ്മളിങ്ങനെ ഈ പ്രയാസം എന്ന് പറയുമ്പോൾ വെറും സാമ്പത്തിക പ്രയാസം മാത്രമല്ല, സമ്പത്തുള്ള നമ്മൾ അനുഭവിക്കണേക്കാൾ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും, അല്ലേ? ആലോചിച്ച് നോക്കി നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതം. ആ കുട്ടിക്കാലാവുമ്പോൾ പന്തളിച്ചെടുക്കുമ്പോൾ എന്ത് സുഖേന്. ഇപ്പം ദീനാർ ഇങ്ങനെ കീശ നിറയെ കിട്ടണ്, സഞ്ചി നിറയെ കൊണ്ട് നടക്കണം. എന്നിട്ട് നിങ്ങൾക്കൊരു സുഖമുണ്ടോ? ആ കുട്ടിക്കാലത്ത് സുഖമുണ്ടോ? ഇല്ല, അല്ലേ? ആ യുവത്വമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആ കുഹൂലത്തിൻ്റെ പ്രായമൊക്കെ, മധ്യവയസ്കതയുടെ പ്രായമൊക്കെ കഴിഞ്ഞ് അല്പമൊക്കെ പ്രായമാകുമ്പോഴോ നമ്മളിങ്ങനെ വേക്കോട്ട് വെക്കും. അതേ ഇനി സുഖം, അല്ലേ? അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട്. കുട്ടികളും മക്കളും കുടുംബമൊക്കെ പ്രാരാബ്ധമായാൽ വീണ്ടും നമ്മൾ വേക്കോട്ട് പോകും. അതേ ഇനി സുഖം.
അല്ലേ? അപ്പം ആലോചിച്ച് നോക്കൂ, ഇതാണ് ദുനിയാവ്. അപ്പം ഈ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു വിശ്വാസിയായ മനുഷ്യന് അവിടെ ഒന്നും നിരാശ ബാധിക്കാൻ പാടില്ല, അവിടെ തളരാൻ പാടില്ല. എപ്പോഴും എത്ര പ്രയാസം ദുനിയാവിലുണ്ടെങ്കിലും ആശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന പിന്നെന്താ പറയുക, ആശ അറ്റുപോകാൻ പാടില്ല. ലോകത്ത് നടക്കണ ആത്മഹത്യകൾ മുഴുവൻ ഈ ആശ അറ്റുപോകാണ്. ആലോചിച്ച് നോക്കും, എത്ര ഡോക്ടേഴ്സാണ് ആത്മഹത്യ ചെയ്യണത് വേണ്ടിയില്ലേ? എത്ര പോൽക്ക് എന്തുകൊണ്ടാവൂല ആത്മഹത്യ ചെയ്തത്? എന്താ കാരണം? പൈസ ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാണ്ട അല്ല, കാശില്ലാണ്ട അതൊന്നുമല്ല. മറിച്ച് അവർ ആത്മഹത്യക്ക് തരുന്നത് ഈ ആശയറ്റ് പോകണം. ഒരു വിചാരിച്ച എന്തോ ഒരു സംഗതി കിട്ടിയിട്ടുണ്ടാവില്ല ദുനിയാവിൽ, അത് മാത്രമാണ് അല്ലേ? ചിലപ്പോൾ കുടുംബജീവിതത്തിലെ പ്രശ്നമാവും. കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ, പ്രയാസങ്ങൾ ഉണ്ടാവും. പ്രവാചകന്റെ ജീവിതവും അമ്പിയാക്കളുടെ ജീവിതവും ഒക്കെ തന്നെയാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗങ്ങളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് മനുഷ്യരിൽ ഉണ്ടാവും അല്ലേ? കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ചവനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അവിടെ ഒന്നും ആശയറ്റ് പോകരുത് അല്ലേ? യാക്കൂബ് നബി അലൈഹിസ്സലാം ലോകത്തെ പഠിപ്പിക്കണം, ലാ തയഅസൂ മിൻ റൗഇല്ലാഹ്, അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് മക്കളെ എന്നാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ലോകത്തോട് പറയുന്നത്. അപ്പോൾ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. നമുക്ക് എപ്പോഴും വേണ്ടി എന്ത് ദുരിതത്തെ ചാടിയാലും എന്ത് മുള്ളുകെട്ടി ചാടിയാലും അവിടെയൊക്കെ നമ്മുടെ മനസ്സിനെ ഈ വിശ്വാസം കൊണ്ട് നമ്മൾ പിടിച്ചു നിർത്തണം അല്ലേ? ഇതിപ്പോഴേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ വേറിയ ഷബീർ എപ്പോഴും പറയും, എന്ത് തേങ്ങ കുറച്ചാലും മരണം വരെയല്ലേ എന്ന് പറയും. അത് ഒരു വലിയ വാക്കാണ്, ഒരു ആശ്വാസത്തിൻ്റെ വാക്കാണത് അല്ലേ? നിങ്ങൾ തിന്നോളി, ആക്കെ എത്ര ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാള്. അതെന്താ? ഒരു ആശ്വാസത്തിൻ്റെ വാക്കാണ്. അപ്പം ആ മരണം വരെ അതുണ്ടാവും. അതിനുശേഷം എന്തുണ്ടാവും? ശരിയായ ജീവിതം ഉണ്ടാവും. വലല്ലാഹിറത്തു ഖൈറുൽ ലക മിനൽ ഊല. അത് മതി അല്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.